31 സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം പഠിക്കുമ്പം അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുക, ഈ ഓട്ടത്തിനിടയിൽ എൻ്റെ വഴിയിൽ ചിലർ വല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? എന്നെ കുടുക്കിയിടാൻ. ചില വല ഒളിപ്പിച്ചു, ആഭിചാരങ്ങളുടെ വല, മന്ത്രവാദങ്ങളുടെ വല, പ്രാക്കിൻ്റെ വല, ഇതാ നിനക്ക് മുമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നീ അറിയാതെ അതിൽ കുടുങ്ങിപ്പോകത്തക്കവണ്ണം, നിന്റെ സന്തതിയുടെ വിദ്യാഭ്യാസം പകുതികൾ കുടുങ്ങിപ്പോകത്തക്കവണ്ണം, നിന്റെ കുഞ്ഞിൻ്റെ യാത്ര വർഷങ്ങളായി വിസിറ്റിംഗ് വിസയെ പോവുക, ജോലി കിട്ടാൻ പറ്റുന്നില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആ കുടുങ്ങിക്കിടക്കുന്ന വല ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടണം. സ്തോത്രം, സ്തോത്രം. 10-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പം ഇച്ചിരൂടെ വല എന്താന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. 10-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം, ദൈവത്തിന് സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. ഒരാമയും എളിയവനെ തന്റെ വലയിൽ എന്ത് ചെയ്യുന്നു? ചാടിച്ചു. കാണോ, ശ്രദ്ധിക്കണം. നീ അവൻ ചെന്ന് കയറുവല്ല, നിന്നെ ചാടിക്കുക. അവന് വെച്ച ട്രാപ്പിനകത്ത് നിന്നെ കൊണ്ട് കയറ്റുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതൊക്കെ ഇപ്പം മാറണമെന്നാ ദൈവാത്മാവ് പറയുന്നേ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അവിടെങ്ങും എനിക്ക് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യത്തെ പോലെ, കണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെ മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകും. കണ്ടോ, ചിലര് കണിയിൽ കുടുങ്ങിക്കിടക്കുക. വല്ലാത്ത കണി. ദൈവത്തിന് സ്തോത്രം. വലയിൽ അകപ്പെട്ട പക്ഷി പോലെ, വലയിൽ അകപ്പെട്ട മത്സ്യം പോലെ വല്ലാത്ത കണിയിൽ കയറി കുടുങ്ങിക്കിടക്കുക. ഇപ്പൊ മനസ്സിലായ? കാത്തിരുന്ന് ശക്തിയെ പുതുക്കേണ്ട കാര്യം അറിയാമോ? ഏതാമ്പി ശക്തികൾ വല വെച്ചാലും അതിനെ ഭേദിക്കുന്നൊരു ശക്തി നിന്റെ മേൽ വേണം. നോക്കിയേ, ശിംശോൻ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് കൊടുക്കുക. ഫെലിസ്ത്യര് പറയുക, ഞങ്ങൾ പുതിയ കയറ് കൊണ്ട് കെട്ടുക. ശിംശോൻ ചിരിച്ചോണ്ട് പറയുക, പുതിയ കയറോ പഴയ കയറോ, കെട്ടാവുന്നതോടെ കെട്ടിക്കോ. നിനക്കിത്ര തൻ്റെ ഇടം എന്താടാ? പറയാം, നീ കെട്ടിയതിനെ കരിക്കുന്ന ഒരു ആത്മാവ് എൻ്റെ പേരുണ്ട്. ഉണ്ടെന്നില്ല. ചിലരുടെ ലൈഫിനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വലകളെ ഇന്ന് പകലത്തിനെ പൊട്ടിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന്. 7 വർഷം മുമ്പ്, 9 വർഷം മുമ്പ്, 11 വർഷം മുമ്പ് നിന്റെ ഭാവി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ചിലര് വഴിയിൽ വിരിച്ച വലകളെ ഇന്ന് ദൈവാത്മാവിനെ ഭേദിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും പറയുക, നിന്റെ വേഗത കൂടാൻ പോവുക. നീ എത്തേണ്ടിടത്ത് എത്താൻ പോവുക. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാൻ പോവുക. പ്രാപിക്കേണ്ട നന്മ പ്രാപിക്കാൻ പോവുക. പ്രാപിക്കേണ്ട ഉയർച്ച പ്രാപിക്കാൻ പോവുക. അത് ഉണ്ടാകണമെങ്കിൽ നിന്റെ വേഗത വർദ്ധിക്കണം.